പഞ്ചാബി ഹൗസ്, പരിണയം, ഗസൽ, നാടോടി ഈ സിനിമകൾ മാത്രം മതി മോഹിനിയെ എന്നും ഓർമ്മിക്കാൻ. എന്നാൽ എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും മോഹിനിയുടെ സാന്നിധ്യമുണ്ടായി. പൂച്ചക്കണ്ണുകളും കുട്ടിത്തം നിറഞ്ഞ വേശ്യമാണ് ആ മുഖത്തും ഒരു കാലത്ത് സ്ത്രീ പുരുഷ ഭേന്യമില്ലാതെ എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിച്ചിരുന്നു. മഹാലക്ഷ്മി ശ്രീനിവാസൻ എന്നായിരുന്നു മോഹിനിയുടെ യഥാർത്ഥ പേര്. സിനിമയ്ക്ക് വേണ്ടി അവർ മോഹിനിയായി. ഈറമാണ് റോജാവേ എന്ന തമിഴ് ചിത്രത്തിലൂടെ നായികയായി രംഗത്ത് വന്ന മോഹിനി 8 വർഷത്തിനുള്ളിൽ 100-ലധികം സിനിമകളിൽ അഭിനയിച്ചു. അതിൽ പലതും ഏറെ ശ്രദ്ധമായി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകൾ ഒരുപോലെ നിലനിർത്തുക എന്നത് പല വലിയ നായകന്മാർക്കും സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ മോഹിനിയെ അക്കാര്യത്തിൽ ഭാഗ്യം തുണച്ചു. കരിയറിൽ മുന്നിൽ നിൽക്കവേ ഭരത്തിനെ വിവാഹം കഴിച്ചു അമേരിക്കയിൽ താമസമാക്കി. ഈ ദമ്പതികൾക്ക് 2 ആൺമക്കളാണ്. ആദ്യഘട്ടത്തിൽ ആഹ്ലാദപൂർവ്വമായ അവരുടെ ദാമ്പത്യം പതിയെ പതിയെ അവർ വിഷാദത്തിലേക്ക് വീണു തുടങ്ങി. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മോഹിനിക്ക് തന്നെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. കടുത്ത വിഷാദം അലട്ടുന്നു എന്ന് മാത്രം മനസ്സിലാക്കി. അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ തക്ക വിപരീതമായ അനുഭവങ്ങൾ ഒന്നും ജീവിതത്തിൽ ഇല്ലതാനും. എന്നിട്ടും അവർ മനസ്സുമടുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 1 അല്ല 7 തവണയാണ് ശ്രമിച്ചത്. അതും ഫലപ്രദമായില്ലെന്ന് കണ്ട് കൂടുതൽ നിരാശയായി. ആരോ അവരുടെ മേൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്നാണ് ചിലർ ജ്യോത്സ്യന്മാർ പറഞ്ഞത്. ആദ്യം കേട്ടപ്പോൾ ഒരു തമാശ പോലെയാണ് തോന്നിയത്. അത്തരം കാര്യങ്ങളിൽ അവർക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അവർ ഒന്ന് ആലോചിച്ചു, എന്തിനായിരിക്കണം താൻ അകാരണമായി പലതവണ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു സമാധാനത്തിനായി അവർ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. അത് അവ്യാജമായ ശാന്തിയും സമാധാനവും നൽകുന്നതായി അവർ അനുഭവപ്പെട്ടു. പല ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹിനിയുടെ മികച്ച കഥാപാത്രങ്ങളിലൊക്കെ തന്നെ മലയാള സിനിമയിലായിരുന്നു. പരിണയത്തിലും ഗസലിലും പഞ്ചാബി ഹൗസിലും ഒക്കെ മോഹിനി ചെയ്ത വേഷങ്ങൾ എന്തൊരു നായികയും സ്വപ്നം കാണുന്നതാണ്. മോഹിനിയുടെ കേരള ബന്ധം പലർക്കും അറിയില്ല. അമ്മമ്മ കോട്ടയം സ്വദേശിയും ഭർത്താവ് ഭരത് തൃത്താലക്കാരനുമാണ്. ഭർത്താവിൻ്റെ കുടുംബത്തിൽ കൂടുതലും സംസാരിക്കുന്നത് മലയാളത്തിലാണ്. അതുകൊണ്ട് മോഹിനി നന്നായി മലയാളം സംസാരിക്കും. വിവാദങ്ങൾ വേട്ടയാടിയപ്പോഴും ഒന്നും തളരാതെ പ്രകൃതമായി മോഹിനിയുടേത്. അവരുടെ വിവാഹത്തിന് മലയാള സിനിമയിൽ നിന്നും ആര് പങ്കെടുത്തില്ലെന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചപ്പോഴും മോഹിനി ഒരു വിദേശ കണക്കിന് ഒരുങ്ങിയില്ല. പിന്നീട് വർഷങ്ങൾക്കു ശേഷം ഇത് സംബന്ധിച്ച ഒരു അഭിമുഖത്തിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അവർ പറഞ്ഞു, യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് ഇതാണ്. വിവാഹം ചെന്നൈയിലായതുകൊണ്ട് കേരളത്തിൽ ഒരു റിസപ്ഷൻ വെക്കാമെന്ന് തീരുമാനിച്ചു. പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി. അതിനിടയിൽ ഞാൻ ഗർഭിണിയായി. അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. യാത്ര ചെയ്യാനും മറ്റു പ്രയാസമുള്ള സാഹചര്യം. അങ്ങനെ ആ പ്രോഗ്രാം നടന്നില്ല. അതിനെയാണ് ആളുകൾ ഈ വളച്ചൊടിച്ചതെന്ന്. കുറച്ചുനാൾ മുമ്പ് താൻ വിവാഹമോചിതയാണെന്ന മട്ടിൽ ചില വാർത്തകൾ പ്രചരിച്ചു. ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് ഫാമിലി ഫോട്ടോ സഹിതം ഒരു പോസ്റ്റ് ഇടാമെന്ന് മോഹിനിയുടെ മാനേജർ അഭിപ്രായപ്പെട്ടു. അപ്പോഴും അവർ പറഞ്ഞു, വേണ്ട, നമ്മളായിട്ട് ആരെയും ബോധ്യപ്പെടുത്താൻ നിൽക്കണ്ട. സത്യവിരുദ്ധമായ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രചരിക്കുമ്പോൾ അതിനെല്ലാം മറുപടി പറയേണ്ട കാര്യമില്ല. ഗോസിപ്പുകൾക്ക് ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലല്ല മോഹിനി. ആളുകൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് നെഗറ്റീവ് വാർത്തകളാണെങ്കിൽ പോലും പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പോസിറ്റീവായി കാണാനാണ് തനിക്ക് ഇഷ്ടമെന്നും മോഹിനി പറയുന്നുണ്ട്. എന്നാൽ മോഹിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിവരങ്ങൾ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.